ഇനി നടൻ പ്രേംകുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന പ്രതികരണം. അപ്പോൾ ഇടതുപക്ഷവുമായി ഇടഞ്ഞു നിൽക്കുന്ന നടൻ പ്രേംകുമാർ ഇന്ന് KPCC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പ്രേംകുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അനുനയ നീക്കത്തിന് CPM നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും പ്രേംകുമാറുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അമൽ തേനമ്പറമ്പിലാണ് നമ്മളോടൊപ്പം ഉള്ളത്. അമൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വന്ന പ്രതികരണങ്ങൾ ഓരോന്നും നമ്മൾ കേട്ടതാണ്. കോൺഗ്രസിലേക്ക് ആയിരിക്കുമോ, അതിന്റെ ഒരു ഉറപ്പ് മാത്രം ഇനി കിട്ടിയാൽ മതിയോ? ചർച്ച ഇന്ന് തന്നെ ഉണ്ടാകുമോ? മറുവശത്തുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഇന്നലെ കാണാനൊന്നും പറ്റിയിരുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് പൂജ. ഇന്നിപ്പോൾ എന്തായാലും പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷവുമായി കഴിഞ്ഞ കുറെ കാലമായി ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ പ്രേംകുമാറിനുണ്ട്. ഇടതിന്റെ ഓരം ചേർന്ന് നടന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരിൽ ഒരാളായിരുന്നു പ്രേംകുമാർ. പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം പ്രേംകുമാറിന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. ആ പദവിയിൽ നിന്നും മാറ്റിയത് പോലും പ്രേംകുമാറിനെ അപമാനിക്കും വിധത്തിലായിരുന്നു എന്നുള്ളതാണ് പ്രേംകുമാറിന്റെ പരാതി. പ്രേംകുമാറിനോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ പ്രേംകുമാറിനെ അറിയിക്കാതെയാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. മാത്രമല്ല, മാറ്റിയതിനു ശേഷം റസൂൽ പൂക്കുട്ടിയെ പുതിയ അധ്യക്ഷനായി കൊണ്ടുവരുമ്പോൾ ആ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പോലും പ്രേംകുമാറിനെ ക്ഷണിച്ചിരുന്നില്ല ആദ്യഘട്ടത്തിൽ. ഏറ്റവും ഒടുവിൽ ഈ പരിപാടി നടക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് മാത്രമാണ് പ്രേംകുമാറിനെ അറിയിച്ചത്. അവിടെ എത്താൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രേംകുമാർ അക്കാര്യത്തിൽ നേരത്തെ വിശദീകരിച്ചിരുന്നത്. പക്ഷേ അന്ന് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്ന് ഒരു പ്രതികരണം നടത്താൻ പ്രേംകുമാർ തയ്യാറായിരുന്നില്ല. അറിയിക്കാത്തതിൽ വിഷമമുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് മാറ്റാമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രേംകുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രേംകുമാർ ഇടതുപക്ഷത്തു നിന്നും പുറത്തേക്ക് പോകാനുള്ള വഴി കൃത്യമായി തന്നെ വെട്ടുകയാണ്. കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. സാംസ്കാരിക മന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും സർക്കാരിനുമൊക്കെ എതിരെയുള്ള വിമർശനങ്ങൾ പ്രേംകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മാത്രമല്ല, ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തന്റെ പഴയ KSU അല്ലെങ്കിൽ കോൺഗ്രസ് ബന്ധം എടുത്തു പറയാൻ പ്രേംകുമാർ മറന്നില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്റെ കുടുംബത്തിന്റെ കോൺഗ്രസ് പശ്ചാത്തലമൊക്കെ പറഞ്ഞ് പ്രേംകുമാർ കൃത്യമായി തന്നെ ഒരു ചിത്രം തെളിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തിരുവനന്തപുരത്തുണ്ട്. KPCCയുടെ നേതൃയോഗവും പ്രചാരണ സമിതിയുടെ ആദ്യ യോഗവും ചേരുകയാണ്. അപ്പോൾ നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. വീക്ഷണത്തിന്റെ 50ാം വാർഷികവും നടക്കുന്നു. അപ്പോൾ ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനായി KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെയുണ്ട്. ഇന്ന് പല നേതാക്കളും പ്രേംകുമാറുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രേംകുമാർ എന്ന് പാർട്ടിയിലേക്ക് എത്തണം എന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. മാത്രമല്ല, പ്രേംകുമാർ പാർട്ടിയിലേക്ക് എത്തിയാൽ പ്രേംകുമാറിനെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നലെ KC വേണുഗോപാൽ പ്രേംകുമാറുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസിലേക്ക് എത്തിയാൽ അർഹമായ പരിഗണന ഉണ്ടാകും എന്നുള്ളതാണ്. അർഹമായ പരിഗണന എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴക്കൂട്ടം, അരുവിക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രേംകുമാറിനെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ അത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. നിലവിൽ ആ കാര്യത്തിൽ തീരുമാനമൊന്നുമില്ല. കാര്യം നോക്കുകയാണെങ്കിലും അതിന് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ അവര് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മുൻപ് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന് പിന്നാലെ മെനഞ്ഞാന്ന് വന്ന പ്രതികരണം, ഇന്നലെ സംസാരിച്ചത് ഈ പറഞ്ഞതുപോലെ ഞാനും ആലോചിച്ചിരുന്നു. KSU ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടാനൊന്നും അദ്ദേഹം മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ വീട്ടിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തെ കാണാനൊന്നും പറ്റിയിരുന്നില്ല. ഇത്രയും സജീവമായിട്ടുള്ള മറുവശത്ത് നീക്കങ്ങൾ നടക്കുമ്പോൾ സർക്കാരിനെയും പാർട്ടിയെ സംബന്ധിച്ച് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും മുന്നിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ചർച്ചകളിലേക്കൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ടോ? പ്രേംകുമാർ പോയതുകൊണ്ട് കേരളത്തിലെ CPM-ന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടമൊന്നുമില്ല. പ്രേംകുമാർ ഇടതുപക്ഷത്തു നിന്നും വിട്ട് കോൺഗ്രസിലേക്ക് മാറുന്നതുകൊണ്ട് അങ്ങനെ ഭീകരമായ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കൂട്ടത്തോടെയുള്ള വോട്ടൊഴുക്ക്, ഇപ്പോൾ TP ചന്ദ്രശേഖരനൊക്കെ പോയതുപോലത്തെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളൊന്നുമല്ല പ്രേംകുമാർ. പക്ഷേ പ്രേംകുമാർ ഒരു സാംസ്കാരിക മുഖമായി നിൽക്കുന്ന ഒരാൾ പോകുന്നു എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത്തരത്തിലുള്ള കുറേ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സച്ചിദാനന്ദൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ പൂർണ്ണമായി ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് CPM എത്തുകയാണ്. അത് വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങളിലൂടെ. അതിനാൽ തന്നെയാണ് പ്രേംകുമാറിനെ പോക്ക് തടയാൻ ഒരു ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നു. പ്രേംകുമാറിനെ വീട്ടിലെത്തി പ്രേംകുമാറിനെ കാണാൻ ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ പ്രേംകുമാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ആ കൂടിക്കാഴ്ച നടന്നില്ല. പക്ഷേ കടകംപള്ളി പെട്ടുപോയത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കടകംപള്ളിയുടെ വാഹനം അവിടെ കിടക്കുന്നതാണ്. ചില കോൺഗ്രസ് നേതാക്കൾ പ്രേംകുമാറുമായി കൂടിക്കാഴ്ച നടത്തും എന്നൊരു വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കടകംപള്ളി വന്നത്. മാധ്യമപ്രവർത്തകർ ഉണ്ടായിരിക്കും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ വരുന്നത്. പക്ഷേ കൂടിക്കാഴ്ച നടത്താതെ കടകംപള്ളിക്ക് മടങ്ങേണ്ടി വന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി MLA കൂടി
സ്ഥാനാർത്ഥിയായ വി ജോയിയുടെ ഭാഗത്തു നിന്നും നിർണായകമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. പ്രേംകുമാർ എവിടേക്കും പോകില്ല, ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ജോയിയുടെ ഒരു പ്രതികരണമായി ഇപ്പോൾ എത്തുന്നത്. അങ്ങനെ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനൊരു നീക്കം നടക്കുന്നുണ്ട് എങ്കിലും പ്രേംകുമാർ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതു നേതാക്കളുടെ ഫോൺ കോളുകൾ പ്രേംകുമാർ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പ്രേംകുമാറുമായുള്ള ഒരു കൂടിക്കാഴ്ച കടകംപള്ളി ഉറപ്പിച്ചതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീട്ടിലുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് വൈകിട്ട് അവിടേക്ക് എത്തുന്നത്. പക്ഷേ കൂടിക്കാഴ്ച ഉണ്ടായില്ല. എന്തായാലും എന്ന് കോൺഗ്രസിലേക്ക് എത്തും, കോൺഗ്രസിലേക്ക് എത്തിയാൽ എന്ത് പരിഗണന നൽകും? തീർച്ചയായിട്ടും. അപ്പോൾ ചർച്ചയൊക്കെ കഴിയട്ടെ, നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത്. അങ്ങനെ പ്രേംകുമാർ വിഷയം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ചയൊക്കെ നടക്കാൻ പോവുകയാണ്. അമൽ തേരംവർമ്മലാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്.